സാഗർ കഥെഴുതി സംവിധാനം ചെയ്ത് മുരളി ഗോപി, ഇന്ദ്രൻസ്, ശ്രീജിത്ത് രവി, ലിയോണ ലിഷോയ്, രമ്യ സുരേഷ്, രാജേഷ് ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച കനകരാജ്യം എന്ന സിനിമ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി മലയാളത്തിൽ റിലീസായ എല്ലാ സിനിമകളും ഒരു ആവറേജ് മൂവികളാണ്, കണ്ടിരിക്കാൻ പറ്റിയ സിനിമകളാണ്. എന്ന് വെച്ചാൽ ചില സിനിമകൾ കുഴപ്പമില്ല, വൺ ടൈം വാച്ചിങ്ങുള്ള മൂവിയാണ്. വളരെ മോശമായ സിനിമ മാത്രമേ ഞാൻ വളരെ മോശമായി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു കഥ സിനിമ ആയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്നും അതിൻ്റെ അണിയറപ്രവർത്തകർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയുള്ളൂ. കാരണം ഒരു സംവിധായകനും നിർമ്മാതാവും പിന്നെ നടന്മാരും പിന്നെ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ ആൾക്കാരും കൂടി ചേരുമ്പോഴാണ് സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടും സംഗതിയൊക്കെ നമുക്ക് ഈ പറയുന്ന ആൾക്കാർക്കും കൂടി ബോധ്യമാവണം. അപ്പം അത്രക്ക് മോശമായ സിനിമ മാത്രമേ മോശമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. കണ്ടിരിക്കാൻ പറ്റിയ സിനിമ ഒന്നും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ ഓരോ കമൻറ്റൊക്കെ വന്നിരുന്നു, അത്രയും മോശമായ സിനിമക്ക് മാത്രമേ ഞാൻ മോശം എന്ന് പറഞ്ഞുള്ളൂ. വൺ ടൈം വാച്ചിങ്ങിനുള്ള മൂവിയൊക്കെ വൺ ടൈം വാച്ചിങ് തന്നെ പറയുന്നതാണ് എപ്പോഴും. അത് നമ്മൾ കാശ് കൊടുത്ത് കാണുന്നതാണ്. പക്ഷെ അത് എടുക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടും കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് കാരണമാണ് ഞാൻ കാണാൻ പറ്റാത്ത സിനിമ ആകുമ്പോൾ അത്രയും മോശം. ഒരു സിനിമ മാത്രമേ എനിക്ക് വളരെ മോശമായിട്ട് ഇപ്പോൾ അടുത്ത് ഇറങ്ങിയിൽ തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ വൺ ടൈം വാച്ചബിളായിരുന്നു. എന്തായാലും ഞാൻ ഈ സിനിമൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് മുരളി ഗോപി നല്ലൊരു വേഷമായിട്ട് ഈ സിനിമയിൽ വരുന്നത്. ഒരു കുടുംബനാഥനായിട്ടാണ് മുരളി ഗോപി വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രൻസ് ഒരു ജ്വല്ലറിയിലെ ഒരു സെക്യൂരിറ്റി ആയിട്ടാണ്. ഇന്ദ്രൻസും ഈ സിനിമയിൽ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ മുരളി ഗോപി നന്നായിട്ടുണ്ട്, ലിയോണ ലിഷോയ് നന്നായിട്ടുണ്ട്, രാജേഷ് ശർമ്മ നന്നായിട്ടുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രവും എടുത്തു പറയാൻ തക്ക വിധത്തിൽ തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മൂവിയാണ്, ചെറിയ സ്റ്റോറിയാണ്, പക്ഷേ ആ സ്റ്റോറി വളരെ നന്നായിട്ട് വൃത്തി പോലെ ചെയ്തിട്ടുണ്ട്. രണ്ട് ഫാമിലിയുടെ ജീവിതത്തിൻ്റെ കഥയാണ് ഈ സിനിമ. പിന്നെ ഈ സിനിമയിൽ വലിയ ഒരു പ്രാരാബ്ധക്കാരനായ ഒരു കുടുംബനാഥൻ മുഴുക്കടക്കണിയിൽ അകപ്പെട്ട ആളായിട്ടാണ് മുരളി ഗോപിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. സിനിമ ഒരു വൺ ടൈം വാച്ചിങ്ങിനുള്ള മൂവിയാണ്. വളരെ നന്നായിട്ട് തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ നല്ല രസമുള്ള ഒരു പാട്ടുണ്ട്, 2-3 പാട്ടുണ്ട്. അതിൽ ഒരു പാട്ട് വളരെ നന്നായിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിട്ടുണ്ട്, സെക്കൻഡ് ഹാഫും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളുള്ള മൂവിയായതുകൊണ്ട് രസമുണ്ട്. സിനിമ ഭയങ്കര ത്രില്ലിംഗ് ആണ്, ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.